കൈക്കൂലി കേസിൽ മുഖ്യപ്രതിയായ ഇ.ഡി. ഉദ്യോഗസ്ഥൻ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ എതിർക്കാൻ വിജിലൻസ്. ഇടനിലക്കാരും ഇ.ഡി. ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ പരിശോധിക്കുന്നുവെന്നും SP ശശിധരൻ പറഞ്ഞു. പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ ഡിജിറ്റൽ തെളിവുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇടനിലക്കാരും ഇ.ഡി. ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. ഡിജിറ്റൽ തെളിവ് ശേഖരണം 3 ദിവസത്തിനുള്ളിൽ പൂർത്തിയായേക്കും. ഇത് ലഭിക്കുന്നതനുസരിച്ച് ഇ.ഡി. ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യും. കേസിലെ പ്രതികൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് വിജിലൻസ് SP S ശശിധരൻ പറഞ്ഞു. ഇല്ല, പൂർണ്ണമായി സഹകരിച്ചു പറയുന്നില്ല. പക്ഷേ നമ്മൾ മറ്റ് തെളിവുകൾ കണ്ടെത്തിയിട്ട് അത് ചെയ്യേണ്ടി വരും. സൈബർ അനാലിസിസ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ടെല്ലാം കിട്ടാൻ അല്പം സമയമെടുക്കും. ഒന്നാം പ്രതി ശേഖർ കുമാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയെ എതിർക്കുമെന്നും SP പറഞ്ഞു. നിരപരാധിയെന്നും ഗൂഢ ഉദ്ദേശത്തോടെയാണ് ആരോപണങ്ങളെന്നുമാണ് ജാമ്യാപേക്ഷയിൽ ശേഖർ കുമാർ പറയുന്നത്. അതേസമയം ഇ.ഡി. അവസാനിപ്പിച്ച കേസുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് വിജിലൻസിന്റെ നീക്കം. ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് പ്രതികൾ കോടികൾ വാങ്ങിയെന്ന വിവരവും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.